നിങ്ങളുടെ മൊബൈലിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സ് ഉണ്ടോ എങ്കിൽ നിങ്ങളുടെ മൊബൈൽ സൈലന്റ് മോഡിലാണെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് നിങ്ങളെ ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സൈലന്റ് മോഡിൽ നിന്ന് മാറിയിട്ട് റിംഗ് ചെയ്യാൻ ആരംഭിക്കും. വളരെ അത്യാവശ്യമായിട്ട് എന്ന് ഞാൻ പ്രയോഗിക്കാൻ കാരണം സാധാരണഗതിയിൽ നമ്മളെ ആരെങ്കിലും കോൾ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തില്ല എങ്കിൽ അവർ വീണ്ടും അതേ നമ്പറിൽ നിന്നും തിരിച്ച് വിളിക്കില്ല, കാരണം അവർക്ക് അത്യാവശ്യമൊന്നുമില്ല. എന്നാൽ വളരെ അത്യാവശ്യമായിട്ട് അർജൻറ്റായിട്ട് എമർജൻസി ആയിട്ട് നമ്മളെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തില്ല എങ്കിൽ അതേ നമ്പറിൽ നിന്നും അവർ വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ റിപ്പീറ്റായിട്ട് അതേ നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് മോഡിൽ നിന്ന് മാറിയിട്ട് റിംഗ് ചെയ്യാൻ ആരംഭിക്കും. അതിൻ്റെ സെറ്റിംഗ്സ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരോ അർജൻറ്റായിട്ട് നമ്മളെ കോൾ ചെയ്യുന്നുണ്ട് എന്ന്. ഇനി നിങ്ങളുടെ മൊബൈലിൽ ആ ഒരു സെറ്റിംഗ്സ് ഇല്ല എങ്കിൽ അതിന് സമാനമായിട്ടുള്ള മറ്റൊരു സെറ്റിംഗ്സും കൂടിയുണ്ട്. അതിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേ ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സ് നമ്മുടെ മൊബൈലിൽ എവിടെയാണുള്ളത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് മോഡിലേക്ക് മാറും. പിന്നെ റിംഗ് അടിയില്ല, മെസ്സേജ് ടോൺ ഒന്നും കേൾക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ താഴെ കണ്ടോ റിംഗ് ഫോർ റിപ്പീറ്റഡ് കോൾസ് എന്ന ഈ ഒരു ഓപ്ഷൻ, അത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരേ നമ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 3 മിനിറ്റിനുള്ളിൽ റിപ്പീറ്റായിട്ട് കോളുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈലന്റ് മോഡിൽ നിന്ന് മാറിയിട്ട് റിംഗ് ചെയ്യാൻ ആരംഭിക്കും. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇത്. അങ്ങനെ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ആ ഒരു ടോഗിൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരേ നമ്പറിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് കോൾ വരുമ്പോൾ മാത്രമേ റിംഗ് അടിയുകയുള്ളൂ, ബാക്കിയൊക്കെ സൈലന്റ് മോഡിലേക്ക് മാറും. ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എങ്കിൽ കോൾസ് ആൻഡ് മെസ്സേജസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അത് നെണ്ണിലായിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്യുക. ആ നെൺ എന്ന ഭാഗത്തുനിന്ന് മാറ്റിയിട്ട് ഫേവറേറ്റ്സ് കോൺടാക്ട്സ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പം ഞാൻ അങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ട് മാത്രം കാര്യമായില്ല, നേരെ ബാക്ക് വന്നിട്ട് ആരെയൊക്കെയാണ് നിങ്ങൾ ഫേവറേറ്റ് ചെയ്ത് വെക്കുന്നത് അവരുടെ കോൾ വരുമ്പോൾ മാത്രമാണ് റിംഗ് അടിക്കുക. അതിനായിട്ട് നിങ്ങൾ കോൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ വരേണ്ട ആളുകളെ നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇവിടെ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എനിക്ക് കോൾ വന്ന ഒരാളെ മാത്രം സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഒരു സ്റ്റാറിൻ്റെ ചിഹ്നമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേവറേറ്റ് ആവും. ചില മൊബൈലിൽ ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താലായിരിക്കും ഇവിടെ ഫേവറേറ്റ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുക. അങ്ങനെ ഫേവറേറ്റ് ചെയ്തവരിൽ നിന്നും മാത്രമേ പിന്നെ സൈലന്റ് മോഡിൽ നിങ്ങൾക്ക് കോൾ വരുമ്പോൾ റിംഗ് അടിയുകയുള്ളൂ, ബാക്കിയൊക്കെ സൈലന്റ് മോഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സും നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാ മൊബൈലിലും ഈ രണ്ട് സെറ്റിംഗ്സ് ഉണ്ടായില്ല, എന്നാൽ ഞാൻ രണ്ടാമത് കാണിച്ച സെറ്റിംഗ്സ് എല്ലാ മൊബൈലിലും തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ വക സെറ്റിംഗ്സ് നമ്മുടെ മൊബൈലിൽ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള സെറ്റിംഗ്സ് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.